പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞ വചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. നിങ്ങളിൽ ചെറിയവരിൽ ഒരാൾക്ക് ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്കണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ താഴെയുള്ള വ്യക്തികൾക്ക് കൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. എന്നാൽ സമൂഹത്തിലെ ഉന്നതന്മാർക്ക് എന്ത് കാര്യം ചെയ്തു കൊടുക്കാനും, അവർ പറഞ്ഞാൽ, അവർ ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കുവാനും, അവർ വീട്ടിലേക്ക് കയറി വരുവാണെങ്കിൽ അവരെ കാര്യമായിട്ട് സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുക്കാനൊക്കെ നമ്മളെല്ലാവരും ഉത്സുകരാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പാവപ്പെട്ടവർക്ക് നേരജീവന് ഭക്ഷണം പോലും കൊടുക്കുവാൻ മനസ്സില്ലാത്ത അനേകം ക്രിസ്ത്യാനികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പാവപ്പെട്ടവരായ വ്യക്തികൾ, നിവൃത്തിയില്ലാത്ത വ്യക്തികൾ ഭവനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കുന്ന ക്രിസ്ത്യാനികളും ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. എന്നാൽ നല്ല രീതിയിൽ പെരുമാറുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നന്മ ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. രണ്ട് കൂട്ടരും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കത് പറയാതിരിക്കാനും പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ കണ്ടുമുട്ടുന്ന അനാഥരായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട ഭവനങ്ങളിൽ കുട്ടികളെ കണ്ടുമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ കൊടുക്കേണ്ട സഹായങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലഘട്ടമാണ്. സ്കൂൾ തുറക്കാൻ പോകുന്ന കാലഘട്ടമാണ്. ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെങ്കിൽ വലിയ തുക വേണം, വലിയ തുക. അവരുടെ വസ്ത്രം, യൂണിഫോം, എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ യൂണിഫോമായി. കൊട, ചെരുപ്പ്, അതുപോലെ തന്നെ ബാഗ്, പുസ്തകം, നോട്ട്ബുക്ക്, ഭക്ഷണം കൊണ്ടുപോകാനായിട്ടുള്ള പാത്രങ്ങൾ, കുടിക്കാനായിട്ടുള്ള വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ള കൊട എന്ന് വേണ്ട ഇതെല്ലാം വാങ്ങിക്കണമെങ്കിൽ ഒരു വലിയ തുക മുടക്ക് വരും. പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല കൂലിപ്പണിക്കാരുടെയും, കൂലിപ്പണിക്ക് പോയി അന്നന്ന് പോയി കിട്ടുന്നത് കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന അനേകം വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ക്രിസ്ത്യാനി ഏറ്റവും ഉണർന്നെഴുന്നേൽക്കേണ്ട ഒരു സമയം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ രംഗത്ത് വരേണ്ട ഒരു കാലഘട്ടമാണ്. സഹായിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഈ പാവപ്പെട്ടവർക്കൊക്കെ വരികയാണെങ്കിൽ അവരെ അറിയിക്കത്തില്ല, അവർക്ക് കൊടുക്കത്തില്ല. ആ പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാരിൽ നിന്ന് വരുന്നത് വേണ്ടിവരുന്ന പേരൊക്കെ മാറ്റി മറ്റേതെങ്കിലും മേഖലയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സമ്പത്ത് അടിച്ചു മാറ്റുന്ന വ്യക്തികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. വഴിമാറ്റി ചെലവഴിക്കും. അങ്ങനെ ദരിദ്രരോട്, പാവപ്പെട്ടവരോട് അനീതി കാണിച്ചിട്ടുണ്ടോ ഞാനെന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും സന്നദ്ധ സംഘടനയിൽ നിന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകി വരുന്ന ഔഷധങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ വിറ്റ് പണം സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട്. സന്നദ്ധ സംഘടനകൾ ഔഷധങ്ങളൊക്കെ വിതരണം ചെയ്യും. അപ്പോൾ അത് വാങ്ങിച്ചേച്ച് അത് വിറ്റ് പണം സമ്പാദിക്കുന്ന, സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട്. ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ പാവങ്ങളെ സഹായിക്കുവാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ അവർ ഏതെങ്കിലും ലിസ്റ്റുകളൊക്കെ ഇന്ന വ്യക്തികൾക്ക് കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ചില വ്യക്തികൾ പറയും അവർക്ക് കൊടുക്കണ്ട, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് കൊടുക്കണ്ട, അവർക്കുണ്ട്, അത് വെറുതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്നദ്ധ സംഘടനകൾ പോലും സഹായിക്കാനായിട്ട് രംഗത്ത് വരുമ്പോൾ അവരെ കൊണ്ട് സഹായിപ്പിക്കാതെ അവരെ മാറ്റി നിർത്തുന്ന, അത് മറ്റ് മേഖലകളിലേക്ക് ചെലവഴിപ്പിക്കുന്ന വ്യക്തികളും ഭക്തിയുടെ രൂപം ധരിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ വിൻസെൻ്റ് ഡി പോൾ പോലെയുള്ള സൊസൈറ്റികൾ നല്ല രീതിയിലുള്ള ആത്മീയ നവീകരണ, പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ ദരിദ്രരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ സഹായിക്കുന്ന വലിയൊരു സംഘടനയാണ് വിൻസെൻ്റ് ഡി പോൾ.
അവരുടെ പ്രവർത്തനം പല മേഖലകളിലും നന്നായിട്ട് നടക്കുന്നുണ്ട്, പല മേഖലകളിലും നടക്കുന്നില്ല എന്നത് മറ്റൊരു സത്യം. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളവരൊക്കെ ഏതെങ്കിലും കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് കൊടുക്കാതെ കൊണ്ട്, അല്ലെങ്കിൽ കൊടുക്കുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പാവങ്ങളെ അറിയിക്കാതെ ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ തിന്മയാണ്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നോക്കിക്കൊണ്ട് തന്നെ കർത്താവ് പറയും, ഈ ചെറിയുള്ള ഒരാൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നത്. ഇത് അനേകം കേട്ട വചനമാണ്. എങ്കിൽ പോലും പ്രിയ സഹോദരങ്ങളെ, എത്രമാത്രം വലിച്ചുവാരി കൂട്ടി വെച്ച് കഴിഞ്ഞാലും മരിക്കുമ്പോൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകില്ല എന്ന കാര്യവും കൂടി തിരിച്ചറിയണമേ. അതും കൂടി ഒന്ന് തിരിച്ചറിയുക. ഇന്ന് പലപ്പോഴും ആഡംബരത്തിന് വേണ്ടിയിട്ട് പണം വലിച്ചുവാരി എറിഞ്ഞു ധാരാളം ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും വില കൊടുത്ത് വാങ്ങിക്കൂട്ടുന്നവരുണ്ട്, ആഡംബര ജീവിതം നയിക്കുന്നവരുണ്ട്. അതിലൊരു ചെറിയ പങ്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള പാവങ്ങളെ സഹായിക്കുവാൻ ഏത് വ്യക്തിക്കും സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഈശോ അന്ത്യവിധിയുടെ സമയത്ത് ആ ചെയ്തു കൊടുത്തത്, ഈശോ ഇതിനു മുമ്പും പറയുന്നുണ്ട്, എന്നെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അന്ത്യവിധിയുടെ സമയത്ത് ഞാൻ അവനെ ഓർക്കും, അവനെ ഞാൻ തള്ളിക്കളയില്ല, വിസ്മരിക്കുകയില്ല. ഇവിടെ നമുക്ക് യേശുവിൻ്റെ നാമത്തെ പ്രതി യേശുവിന് കൊടുക്കുന്നത് പോലെ പാവപ്പെട്ടവരോട് അനീതി കാണിക്കാതെ പാവപ്പെട്ടവരോട് നീതിപൂർവ്വം പെരുമാറുകയും സംസാരിക്കുകയും അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദരിദ്രരോട് കാണിക്കുന്ന അനീതി പലപ്പോഴും സർക്കാരിൽ നിന്നും സന്നദ്ധ സംഘടനയിൽ നിന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി കടന്നു വരുന്ന ഔഷധങ്ങളൊക്കെ വിറ്റ് പണം സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട്. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നവരുമുണ്ട്. കർത്താവായ ഈശോയെ, അർഹതയുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ സഹായിക്കുവാൻ, ദരിദ്രരോട് അനീതി കാണിക്കാതെ നീതിപൂർവം അവരോട് പെരുമാറുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.